സൂറത്ത് നൂഹിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്ന ഒരു ചോദ്യം. നൂഹ് നബി അവരോട് അള്ളാഹിനോട് പൊറുക്കലിനെ തേടാൻ പറഞ്ഞു. നിങ്ങൾക്ക് യുർസിലി സമാലൈക്കും ഇദ്റാറ, നിങ്ങൾക്ക് കുട്ടികളെ തരും, അരുവി ഒഴുക്കി തരും, സന്താനം തരും, സമ്പത്ത് തരും എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. മാലക്കും നിങ്ങൾക്ക് എന്ത് പറ്റി? മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. നൂഹ് നബി എന്താ ചോദിക്കുന്നത്? അല്ല, എന്താ കൂട്ടരെ നിങ്ങൾ ഔലിയാക്കളെ പിന്നാലെ പോണത്? അള്ളാഹ്ക്ക് എന്താണ് നിങ്ങൾ ഒരു വക്കാറത്ത് കാണാത്തത്? ശരിക്കും നൂഹ് നബി സമസ്തക്കാരനാണെങ്കിൽ നൂഹ് നബി എന്താ ചോദിക്കണ്ടേ? അല്ല, എങ്ങായി അള്ളാഹിനെ പറ്റി മാത്രം പറ്റി ഇങ്ങനെ പറഞ്ഞെടുക്കണേ, 5 ഔലിയാക്കൊക്കെ എന്താ നീ ഒരു വക്കാറത്ത് കാണാത്ത എന്നല്ലേ ചോദിക്കണ്ടേ? മറിച്ച് നൂഹ് നബി ചോദിക്കണത് എന്താണ്? മാലകുൽ ലാ തർജൂന ലില്ലാഹി വഖാറാ. അള്ളാഹ്ക്ക് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കാണാത്തത്? വല്ലാത്തൊരു എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ്, 7 അടുക്കുകളുള്ള ആകാശം സൃഷ്ടിച്ചു തന്ന അള്ളാഹ്ക്ക്, നിങ്ങളെ വിവിധ ഘട്ടങ്ങളായി സൃഷ്ടിച്ച അള്ളാഹ്ക്ക്, നിങ്ങൾക്ക് ഭൂമിയിൽ ഇടതൂർന്ന തോട്ടങ്ങൾ ഉണ്ടാക്കി തന്ന അള്ളാഹ്ക്ക് എന്താ നിങ്ങളൊരു ഗാംഭീര്യം കാണാത്ത? നിങ്ങൾക്ക് ജീവിക്കാൻ അനുയോജ്യമായി ഭൂമിയെ പരത്തി വിധാനിച്ചു തന്ന അള്ളാഹ്ക്ക് നിങ്ങൾ എന്താ ഒരു ഗാംഭീര്യം കാണാത്ത? ഇതാണ് പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു പ്രസംഗം നടക്കുന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ആ പ്രസംഗം എന്താണെന്നറിയോ? ആ പ്രസംഗം എന്താ അറിയോ? നോക്കൂ, ആ ആളുകൾ പറയാണ്, ആ ജനങ്ങളോട് പറയാണ്, നൂഹിന് ഭ്രാന്താണ്. നൂഹ് നബീന്റെ മറുഭാഗത്ത് പ്രസംഗമുണ്ട്, ഖണ്ഡനവും മണ്ഡനവും ഉണ്ട്, സംവാദമുണ്ട്. അന്നത്തെ ഉസ്താദ്മാര് നൂഹ് നബീന്റെ പ്രസംഗം കേട്ടിട്ട് ആളുകളോട് പറയുന്നത് അറിയോ? 5 ഔലിയാക്കൾ നിങ്ങൾ ഉപേക്ഷിക്കരുത് കേട്ടോ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു കൂട്ടരായിരുന്നു കേട്ടോ, ഇവരൊക്കെ വലിയ മഹാന്മാരാണ്, ഇവർക്കാണ് കേട്ടോ നിങ്ങൾ വക്കാറത്ത് കൊടുക്കേണ്ടത് എന്ന് പ്രസംഗിക്കാനവര്. അപ്പൊ നൂഹ് നബി വീണ്ടും അള്ളാഹിനോട് പറയുന്നത് അറിയോ? നാദാ, ഇവര് കേട്ടോ പ്രസംഗിക്കുന്നത് കണ്ടോ, ഔലിയാക്കളെ പിന്നാലെ പോകുന്ന ഒരു കൗമിനെയാണ് ഇവരുണ്ടാക്കുന്നത്. നിന്നിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ട് ഇവര് പുതപ്പ് വെച്ചിട്ട് ചെവി മൂടിക്കളയാണ്. എന്നാ ഔലിയാക്കളെ പിന്നാലെ പോകാനോ? ഇതാ ഇവിടെ കുറെ ആള് തയ്യാറായിരിക്കുന്നു അല്ലാ. എന്നിട്ട് നൂഹ് നബി പറയുന്നത് അറിയോ? നാദാ, ഈ ആളുകൾ ഫാജിറുകളെയല്ലാതെ തെമ്മാടികളെയല്ലാതെ ഇവരൊന്നും ഉൽപ്പാദിപ്പിക്കൂല. ശരിക്കും 5 ഔലിയാക്കളെ വിളിച്ച് ദുആ ചെയ്യുന്നവർ മുത്തക്കികളാണെങ്കിൽ നൂഹ് നബി പറയേണ്ടത് എന്താ? പടച്ചോനെ, ഇവരിൽ നിന്ന് മുത്തക്കികൾ ഉണ്ടാവുക. നേരെ മറിച്ച് പറയുന്നത് ഇവരിൽ ഫാജിറുകൾ ഉണ്ടാവുക, തെമ്മാടികൾ ഉണ്ടാവുക. ഇത് മാത്രമല്ല, ഇവർക്ക് വഴിപിഴവ് വർദ്ധിപ്പിച്ച് ഇനി ഇവരിൽ നിന്ന് വഴിപിഴച്ചവരല്ലാതെ ഉണ്ടാവില്ല. ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഹാസ നടത്തൽ ഹിദായത്താണെങ്കിൽ നൂഹ് നബിക്ക് തെറ്റുപറ്റിയോ? ഇതാണ് എന്റെ ചോദ്യം. 5 ഔലിയാക്കൾ വിളിച്ചവരെ പറ്റി നൂഹ് നബി പറയുന്നത് എന്തറിയോ? വഴിപിഴച്ചവർ. അവൻ നൂഹ് നബിക്കാണോ തെറ്റിയത്? ഔലിയാക്കളെ പിന്നാലെ പോയവർക്കാണോ തെറ്റിയത്? ഇന്ന് വെള്ളത്തിൽ മുക്കി അള്ള കൊന്നതാരെയാണ്? 5 ഔലിയാക്കളെ പിന്നാലെ പോയവരെയാണ്. ഇനി പറയൂ, മൊയ്തീൻ ശൈഖ് എന്ന ഔലിയാന്റെ പിന്നാലെ പോണോ? സി മടവൂർ എന്ന ഔലിയാന്റെ പിന്നാലെ പോണോ? മമ്പ്രതങ്ങൾ എന്ന ഔലിയാന്റെ പിന്നാലെ പോണോ? അല്ല അള്ളാന്റെ പിന്നാലെ പോണോ? ഞങ്ങൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെ പിന്നാലെ കല്ലേലും നിങ്ങൾ ക്ഷണിച്ചത് അല്ല. കെ ഉമർ മൗലവിന്റെ അടുത്ത് കല്ലേലും നിങ്ങൾ ക്ഷണിച്ചത് നിങ്ങൾക്കും ഞങ്ങൾക്കും വായു തന്ന പടച്ചവനിലേക്കാണ്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച റബ്ബിലേക്കാണ്.